അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. ജിഞ്ചർ പാരഡൈസിന്റെ പണിപ്പുരയിലാണ് കാന്താരിക്കൂട്ടം. എനിക്ക് പറയാൻ പാടില്ലേ? പറയാൻ പാടില്ല. എന്താ കാരണം? പാടില്ല. എന്താ പാടില്ല? എന്താ പാടില്ല? അത്രേ ഉള്ള കിടിലനൊരു ഡാൻസ് പെർഫോമൻസുമായി കുട്ടിക്കലവറയെ ഇളക്കിമറിച്ച് ദേവനന്ദയും കൃഷ്ണമൂർത്തിയും. As we all know, we will shine upon that star. You shall കുഞ്ഞുവിന്റെയും കുഞ്ഞുഞ്ഞിന്റെയും സ്കൂൾ വിശേഷങ്ങളുമായി നിഷ. എന്താ അവിടെ പ്രശ്നം? ഇവനെന്നെ മുടിയെ പിടിച്ച് വലിക്കുക. മുടി പിടിച്ച് വലിച്ചോ അഭിനന്ദിന്റെ? അഭിനന്ദൻ നീ മൂക്കിനിട്ട് ഇടിച്ചില്ലേ ഇവന്റെ? അതല്ല, എന്നെ ശല്യപ്പെടുത്താൻ പറ്റുക. അതിന് മൂക്കിനിട്ടാണ് ഒഴിക്കണേ. ഓം നമഃ ശിവായ. യോഗ ക്ലാസുമായി കൃഷ്ണദേവ്. അഭ്യാസങ്ങൾ തുടങ്ങുന്നേയുള്ളൂ. കൂടുതൽ അഭ്യാസ പ്രകടനങ്ങൾക്കായി കണ്ണടയ്ക്കാതെ കാത്തിരുന്നോളൂ. അജേട്ടാ, പൂച്ചക്കുട്ടി ഇഷ്ടാണോ? പൂച്ചക്കുട്ടിയെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇല്ലേ? കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചക്കുട്ടി ഇഷ്ടാണോ? കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചക്കുട്ടിയെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കണ്ണടച്ച് പാല് കുടിക്കുന്നത്? കള്ളത്തിലുള്ള പൂച്ചക്കുട്ടീനെ ഓ ആയിക്കോട്ടെ, ഇഷ്ടാണോ? എന്നൊരു പൂച്ചക്കുട്ടിയെ ഞാൻ വിളിക്കട്ടെ? അയ്യോ, അങ്ങനെ ഒരു പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് പൂച്ചക്കുട്ടി ഇഷ്ടമാണ് കേട്ടോ. കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു പൂച്ചക്കുട്ടി. നീതു, വെൽക്കം. നമ്മളുടെ നീതു വീട്ടില് കുക്കിംഗ് ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയണം. തിയറി ക്ലാസ് മാത്രമേ ഉള്ളൂ, കുക്കിംഗ് ക്ലാസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. തിയറി എങ്ങനെ എഴുതി പഠിക്കോ? ഇങ്ങനെ ചോദിച്ചു പഠിക്കാം. അമ്മ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ വരുന്ന വഴിയിലെല്ലാം ചോദിക്കുമായിരുന്നു, അമ്മ എങ്ങനെ എന്തുണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ. അപ്പം മമ്മി പറയും, എടി നീ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ ശരി, അതിൽ ചെയ്ത് പഠിക്കണം. നമ്മള് ശരിയാ, സമയം കിട്ടണ്ടേ? കഴിഞ്ഞ എപ്പിസോഡിലാണ് ഉഴുന്നുപരിപ്പ് സാമ്പാർ ഉഴുന്നുപരിപ്പിട്ട് സാമ്പാർ. നീതു ചേച്ചിക്ക് എല്ലാ ഡിഷിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എന്തിനെ പറ്റി അറിയണ്ടേ? എന്ത് ഡിഷിനെ പറ്റി പറയണ്ടേ? ചേച്ചി പറഞ്ഞുതരും. ബിരിയാണി. ഞാൻ പറഞ്ഞു കൊടുക്കൂല, എന്റെ റെസിപ്പി ഒന്നും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല ചേട്ടാ. നീതുവിന്റെ പിള്ളേരാരാ രണ്ടുപേര്? നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? ആന്ന് ചെന്നേ. വരൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന് ദേവനന്ദയുടെ കോസ്റ്റ്യൂം നല്ല രസം. ഞാൻ അത് പറയാൻ തുടങ്ങുമായിരുന്നു. നല്ലൊരു ക്ലാപ്പ് വേണം അതിന്. കാരണം അടിപൊളിയല്ലേ? ജിമിട്ടനാണ്, അടിപൊളി ചെത്താണ്, അറിയാവോ? ദേവനന്ദ, എന്താ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ വരാൻ കാരണം? എല്ലാവർക്കും ഒരു ചേഞ്ച് ഇഷ്ടല്ലേ? ഓ, ചേച്ചിയും ചേഞ്ച് ചെയ്യാറുണ്ട്, പക്രച്ചേട്ടനും ചേഞ്ച് ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തു. ഈ കുട്ടി ഇങ്ങനെ ഒരുങ്ങാൻ ചേട്ടനാണോ പറഞ്ഞേ? ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേണം നമ്മൾ രണ്ടുപേരും വരാൻ. ഇതുപോലെ ഞാൻ ബ്ലാക്ക് ടോപ്പ് ഇടും, നീ ബ്ലാക്ക് ഇതൊക്കെ ഇടണം. ഞാൻ ഇങ്ങനത്തെ, എന്നിട്ട് ഈ തലയിൽ അതെന്താ ഇങ്ങനെ വെക്കുന്ന സാധനം? നെറ്റിച്ചുട്ടിയൊക്കെ ഇടണം, നെറ്റിപ്പട്ടൊക്കെ ഇടണം എന്ന് പറഞ്ഞോ? ഇവര് ടി വിയിൽ നമ്മൾ കുട്ടിക്കലവറയിൽ ഇവർ കാണിച്ചപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്തായിരുന്നു. അതേതായിരുന്നു ആ പാട്ട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാ? ഇങ്ങനെ വെച്ചിട്ടില്ലേ?
இங்க எவனும் இவ்வளவு அழகா இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. I'm in love with you. முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே. I'm in love with you. എന്തായിരുന്നു റൊമാൻസ്? അത് മാത്രല്ല, അവിടെ ഞാൻ നീട്ടി പിടിച്ചിട്ട് എടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമുക്ക് ആ സന്തോഷത്തോടു കൂടി തന്നെ നീതുന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? കാണാം. നീതുന്റെ വീഡിയോസ് കണ്ട് തിരിച്ചു വരാം. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ടുണ്ടോടാ? ഞാൻ കുളിച്ചിട്ടുണ്ട്. കുളിച്ചിട്ടുണ്ടോ? ദേവനന്ദ കുളിച്ചിട്ടുണ്ടോ? ബേബി പുളി മാത്രം. ദൈവമേ, അപ്പൊ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പോവാ. എന്ത് ചെയ്യും? നിനക്ക് പേടിയുണ്ടോ? അവന് പേടിയില്ല. കണ്ടോ, ദേവനന്ദി പേടിയുണ്ടെന്ന് പറയരുത്, നമുക്ക് നാണക്കേടാ. ചേച്ചിക്കും ചെറിയ പേടിയുണ്ട്, നമ്മളൊന്നും കാണിക്കത്തില്ല കേട്ടോ. കണ്ണാടിയൊന്നും എനിക്ക് പേടിയില്ലാത്ത. കണ്ണാടി ഉള്ളതാണോ പേടിയില്ലാത്ത? അപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോയാലോ? വെള്ളത്തിൽ മുങ്ങിപ്പോയ പേടിയില്ല? ശ്വാസം മുട്ടിപ്പോയാലോ? അതും പേടിയില്ല? കിരണേ, നിന്നെ എറിയും, വെള്ളത്തിനകത്തോട്ട് എറിയും, നീ എന്തു ചെയ്യും? താഴോട്ട് പോവും, വെള്ളത്തിനാ താഴോട്ട് പോവും. താഴോട്ട് പോകുമ്പോ എന്ത് ചെയ്യും? കണ്ണടയ്ക്കോ? മൂക്കിലൊക്കെ വെള്ളം കയറും, അപ്പോഴാ? കുഴപ്പമില്ലേ? എനിക്ക് മതിയായി, ഇവർക്ക് മതിയായിട്ടില്ല. പക്ഷെ പൊന്നു മക്കളെ, നമുക്ക് നാളെ കളിക്കാം. നാളെ കളിക്കാം, നാളെ കളിക്കാം. ഞങ്ങൾ വരുന്ന നാളെ വരുന്നവരാ. ഇതൊരു രക്ഷയില്ല. രണ്ടുപേർക്കും ഇഷ്ടമായോ പൂളിലൊക്കെ ഇറങ്ങി കുളി? ആദ്യമായിട്ടാണോ ഇങ്ങനെ പൂളിൽ ഇറങ്ങി കുളിക്കുന്നേ? ആദ്യം ഒരു വട്ടം ബേബി പൂളിൽ ഇറങ്ങി. ഈ പൂളിൽ ഇറങ്ങിയാലേ അല്ല, മോൻ നന്നായിട്ട് സ്വിമ്മ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അറിയാമോ കൃഷ്ണമൂർത്തിക്ക് സ്വിമ്മിങ് അറിയാല്ലേ? വെള്ളം തെറിപ്പിക്കാനായിട്ട് കാലും കൊണ്ട് ചവിട്ടുമായിരുന്നു. തൊപ്പിയൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയേ ഒരു സൂപ്പർമാനെ പോലെ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർമാൻ സ്പൈഡർമാൻ ഒക്കെ ഇല്ലെന്ന് പറഞ്ഞ പോലെ. ഞാൻ കൊന്നളയും. ഞാൻ രസം ഇതിപ്പോ നല്ലത് പറയാൻ ഡാൻസ് ചെയ്യൂ രണ്ടുപേരും കൂടെ, ഒരു റൊമാൻറ്റിക് ഡാൻസ്. അതെന്താ? പക്ഷേ അല്ല, നീ ഡാൻസ് ചെയ്തില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആമ്പിള്ളേർ വേറെ ഉണ്ട് ഇവിടെ. തട്ടിയെടുക്കും നിന്റെ ദേവനന്ദി. ഇവിടെ നല്ല അടിപൊളി ലാലേട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടന് മനസ്സിലാവും. കിളി കേക്കല്ലേ,
ഈ കൂടിലിരിക്കുന്ന ഏത് കിളിയാണ് കൂടിലിരിക്കുന്നത്? ആ മരത്തിൽ ഒരു ഉറുമ്പൊക്കെ വന്നിട്ട് ആ കിളികളെ കടിക്കുന്നതിനാണ്. അതിന് ഏറ്റവും കടിച്ച് കിളികൾ തിന്നു. അതെന്താണ്? അജയേട്ടാ, ഈ ക്വസ്റ്റ്യൻ ഞങ്ങക്ക് മനസ്സിലായില്ല. ഇത് അജയേട്ടന് മാത്രം മനസ്സിലാവുന്ന ചോദ്യമാണ്. ഞങ്ങൾക്ക് അത് പറഞ്ഞു തരണം, ക്ലിയർ ചെയ്ത് തരണം. വലിയ മരവാ. ആ മരത്തിന്റെ ആ ഒരു ചില്ലയില് തൂക്കണാങ്കിളി എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്. ശരി. ആ കിളി ബോറടിക്കുമ്പോ ഇതിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഉറുമ്പുകളെ വിളിക്കും. ആ ഉറുമ്പുകൾ വന്നിട്ട് കടിച്ചോളാൻ പറയുമ്പോ ഈ കിളിയെ വന്ന് ഉറുമ്പുകൾ കടിക്കും. അപ്പോ ഈ കിളിക്ക് ഒരു ഇക്കിളി തോന്നും. രസമുള്ള അതല്ലേ സംഭവം? അതാണോ സംഭവം? ഇത്തവണ ആ നറുക്ക് തെറ്റിപ്പോയി. താങ്ക് യു സോ മച്ച്. അല്ല, ടൈം ഈസ് ഓവർ. എന്തിനാടാ കൃഷ്ണമൂർത്തി ഞാൻ പറഞ്ഞ ആൻസർ ശരിയെന്നങ്ങ് പറഞ്ഞാ പോലെ. അതെ, അവന് അവിടെ പോയാലേ ഇത്തിരി സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. മരത്തില് ഒരു കൂടിൽ കിളികളുണ്ട്. ആ കിളികൾക്ക് ഉറുമ്പൊക്കെ വന്ന് കടിക്കാൻ. കുഞ്ഞിക്കിളികളാണോ? കുഞ്ഞിക്കിളികൾ തത്ത, പരുന്ത്, തത്തമ്മ. തത്തമ്മ ശരിയായി. ഓക്കെ, ഒന്നും മനസ്സിലായില്ല, ഞാൻ കൈയടിച്ചെന്നേ ഉള്ളൂ. തത്തമ്മ. തത്തമ്മയാണോ ആൻസർ? വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അജയേട്ടാ. ഏതായാലും നമ്മുടെ കുട്ടികളുടെ മെന്ററെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു. നമുക്ക് ഇവരുടെ ഒരു അടിപൊളി ഡാൻസ് കാണണ്ടേ? കാണാം. അപ്പൊ ഡാൻസ് കളിക്കാൻ റെഡി അല്ലേ? റെഡി. എൻജോയ് ദ ഡാൻസ്. டெர டெர பைட்டா காதல் இருக்கு நீயோ பிட்டு பிட்டா பைட்டு பண்ணா ஏறோங்க இருக்கு டெர 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 பைட்டா காதல் இருக்கு நீயோ பிட்டு பிட்டா பைட்டு பண்ணா ஏறோங்க இருக்கு இன்ஸ்டாகிராமத்துல பாடி வாழலாம் நாம வாழும் நிமிஷத்தெல்லாம் சுட்டு தள்ளலாம் நானும் நீ சேரும் போது தாறு மாறுதான் ஃபேஸ்புக்கில் பிடிச்சு கிடும் லைக் ஷேர் தான். Let's take a selfie pulla, give me a selfie pulla, give me a let's take a selfie pulla, give me a selfie pulla, give me a let's take a selfie pulla, selfie pulla, selfie pulla. ദേവനന്ദ, എന്താ എക്സ്പ്രഷൻ, ഗംഭീരായി കേട്ടോ. ആ ഗ്യാപ്പിൽ എനിക്കൊരു ഉമ്മയും തരാൻ പറ്റി. അതെങ്ങനെയുണ്ട്? കൊള്ളാന്ന്. ദേവനന്ദ തരുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ എന്നാലും ഒരെണ്ണം കിട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, നായകന്റെ അടുത്തോട്ട് പോയിട്ട് നായകൻ ഇങ്ങനെ കിടന്ന് തന്നെ കളിക്കും. ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയില്ല. ഞങ്ങൾ ആ കെമിസ്ട്രിയാ പ്രതീക്ഷിച്ചത്. അതെ, ഞാനും വിചാരിച്ചത്. പക്ഷെ വേറെ കാര്യമാണ്, ദേവനന്ദ എക്സ്പ്രഷൻ ഗംഭീരായി. പറയാതിരിക്കാൻ വയ്യ. മോള് നന്നായിട്ട് കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ബെസ്റ്റ് ആയിട്ട് കളിച്ചു, സൂപ്പർ. മ്യൂസിക് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ചെയ്യാൻ പറഞ്ഞപ്പോ എത്ര രസമായിട്ട് തന്നെ അന്നേരം തന്നെ ചെയ്തു. അതെ, മോള് വളരെ രസമായിട്ട് കളിച്ചു. ദേവനന്ദയ്ക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നല്ല എക്സ്പ്രഷനും അതിന്റെ ലിറിക്സിനനുസരിച്ചിട്ടുള്ള എല്ലാം നല്ല സൂപ്പർ. മോനും സൂപ്പർ, രണ്ടുപേരും അടിപൊളി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഏത് പാട്ടാ? ഈശോയെ നീലേ മാനത്തെ ഈശോയെ ഒന്ന് വരാമോ ഈശോയെ 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 മേലേ മാനത്തെ ഈശോയെ ഒന്ന് വരാമോ ഈശോയെ കാണാൽ
കണ്ണിൽ കൗതുകം പാടുന്ന സ്വർഗത്തിൽ ലാവണ്യമേ സ്നേഹോദാരമേ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനെ നീയുന്ന പയ്യന്റെ കൂട്ടിൽ പിറന്നത് ഉല്ലോലമെത്തയായിരുന്നു നീയുന്ന മണ്ണിൽ തടുപ്പിനും കാണത് നെഞ്ചിലെ തീക്കലായിരുന്നു സ്നേഹത്തിൻ്റെ കളലായിരുന്നു അമ്മ തൻ നെഞ്ചിലെ തീക്കളലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ അജേട്ട എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സത്യം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ഇവിടെ കുട്ടികൾ കൈയടിക്കാനും കൂടെ പാടാനൊക്കെ പോയപ്പോൾ ഞാൻ അവരുടെ കൈയടിക്കലേ പാടലേ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ തന്നെയാണ് ആ കുട്ടി പാടിയിരിക്കുന്നത്. മേലേ ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കത, ഒരമ്മയുടെ അത് ആ മാതാവും കുഞ്ഞുമായിട്ടുള്ള ഒരു വാത്സല്യം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും കേട്ട് പഠിക്കണം കേട്ടോ. അമ്മമാരുടെ കെയർ എല്ലാ കുട്ടികൾക്കും വേണം. ഞാനത് മിക്കവാറും എപ്പിസോഡിൽ പറയാറുണ്ട്. നമ്മുടെ കുട്ടിക്കലവറയിൽ എല്ലാവർക്കും കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു ഫ്ലോർ എന്ന് പറയാനായിട്ട്. ഇല്ല ചേട്ടാ, എനിക്ക് സത്യം കണ്ണ് നിറഞ്ഞു പോയി. സ്വന്തം കുട്ടികളെന്ന് മാത്രമല്ല, മറ്റുള്ള കുട്ടികൾ, നമ്മുടെ ഈ കുട്ടിക്കലവറയിലെ കുട്ടികൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, നമുക്ക് ഒരു വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് കുട്ടി പെർഫോം ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ എൻകറേജ് ചെയ്യിക്കുക, അങ്ങനെയുള്ള ഒരു ടീം വർക്കാണ് നമുക്ക് ആവശ്യം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, വെരി ഗുഡ്. താങ്ക് യു. ഞങ്ങളൊരു യാത്രയിലാണ്. എങ്ങോട്ടെന്ന് പറയാമോ? ഒരു സർപ്രൈസ് വിസിറ്റായത്. എൻ്റെ അഭിനവിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. അവിടെ ചെന്ന് അവന്മാരൊന്ന് ഞെട്ടിക്കുക, അതാണിപ്പോൾ എൻ്റെ ഒരു അത് അവരുടെ മുഖത്തുള്ള ഒരു നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴുള്ള അവരുടെ മുഖത്തെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും എനിക്ക് ഇടിയായിരിക്കും. എന്തിനൊക്കെ വന്നേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇടിയായിരിക്കും. എന്നാലും സാരമില്ല, എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അതെ, നമ്മളെത്തി. As we all know, we will shine upon that star. You shower your love, God, you're beautiful. You told me you will be there for me. I feel your love, 'cause I do believe. I see you smile down on me. To love, to love, to live. You told us how to love, and you told us how to live. Good, you know that is true. All I believe is in you. Be you flying high, deep audience. To love, to love, to live. To love, to love, to live forever, Lord. I thank this Flowers channel, give the chance to our students to perform well and bring out the talents in them. So I welcome especially to Nisha Sarang to Deepol School. ഞാൻ അഭിനവിൻ്റെയും മെൻറ്ററാണെന്ന് നിങ്ങൾ പ്രോഗ്രാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അവർ രണ്ടുപേരെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളെ അഭിനവിൻ്റെ ഫ്രണ്ട്സിനെ കാണണം. അതുകൂടാതെ ഈ സ്കൂളിലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിനെയും കാണണം, ടീച്ചേഴ്സിനെ, പ്രിൻസിപ്പളിനെ, എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ച് ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിലും പ്രിൻസിപ്പളിനും ഒക്കെ നിങ്ങളൊരു മാതൃകയായി മാറ്റാം. ഞങ്ങളെ സ്കൂളിലെ കുട്ടികളെല്ലാവരും നന്നായി കുക്ക് ചെയ്യാൻ അറിയുന്നവരാണ് എന്നുകൂടി പാരൻസ് പറയുന്ന രീതിയിൽ നിങ്ങൾ എത്തണം കേട്ടോ. നമ്മൾ അഭിനന്ദിൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇതേതാണ്? ഇത് LKG. ഇതല്ല
അഭിനന്ദിന്റെ ക്ലാസ് റൂം എല്ലാവർക്കും അറിയാം. കാരണം അഭിനന്ദ് തന്നെ പറഞ്ഞ് 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 പ്രശസ്തമാക്കിയ നമ്മുടെ UKG A ഇവിടെ UKG Aയിൽ നമ്മൾ എത്തി. ഞാൻ UKG Aയിലേക്ക് കയറുകയാണ്. നമസ്കാരം മിസ്, ഞാൻ കുട്ടിക്കലവറയിൽ നിന്ന് വരിക. അഭിനന്ദിന്റെ മെൻറ്ററാണ്. വെൽക്കം ടു ക്ലാസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ടീച്ചർ. അഭിനന്ദ് എവിടെ? ഇവിടെ എല്ലാവരും ഒരേപോലെ ഇരിക്കുക. ഓ ദേ ഇരിക്കണു വില്ലൻ. തലൈവരുടെ ആക്ഷനാണ്. എന്തുണ്ട്? ഒത്തിരി വിശേഷങ്ങളൊന്നും ഇവിടെ ഇല്ല. ക്ലാസ്സിലായിരിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി വിശേഷങ്ങളൊന്നും ഇല്ല. മിസ് എങ്ങനെയാണ് മിസ്? ആണോ? നിന്നെ അടിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. പോകണ്ടോ? അഭിനന്ദിന്റെ അടുത്ത് പാവമായിട്ടിരുന്ന അഭിനന്ദ് മിസ്സിനെ കൊണ്ടുപോകുന്ന മിസ് പറയണേ. നമുക്ക് അനുഭവമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയ അടുത്തിരിക്കുന്നവരൊക്കെ ഉപദ്രവിക്കും അല്ലേ? അതുകൊണ്ട് ഇച്ചിരി സ്ട്രിക്റ്റ് ആവും. എന്താ അവിടെ പ്രശ്നം? മുടി പിടിച്ച് വലിച്ചോ അഭിനന്ദിന്റെ? അഭിനന്ദ് നീ മൂക്കിനിട്ട് ഇടിച്ചില്ലേ ഇവന്റെ? അതിന് മൂക്കിനിട്ടാണ് ഇടിക്കണേ. കഴുത്തി പിടിച്ചോ? എങ്ങനെ പിടിച്ചേ? ഇങ്ങനെ പിടിച്ചോ? എന്താണ് ഞാൻ വരട്ടെ? എന്റെ ഈശ്വര, എന്തൊക്കെ കംപ്ലൈന്റ് ആണ്. നാണം കെടുത്തിയ വിടുള്ളൂ എന്നെ ഇവിടുന്ന്. എടാ നീ പെൺകുട്ടികളെ പോലും വെറുതെ വിടാറില്ലേ? ആ അവനെ ആക്രമിക്കാൻ വരണം. നിങ്ങൾ എന്തിനാ അവനെ ആക്രമിക്കാൻ വരണേ? കണ്ട കംപ്ലൈന്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെല്ലാരും എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുണ്ടല്ലോ നല്ല കുട്ടിയാ. പെൺകുട്ടികളൊക്കെ വളരെ മര്യാദയോട് കൂടിയേ പെരുമാറാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയില്ലെന്നാണ് ഗേൾസ് എല്ലാവരും കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്. ഇത്രയും നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമേ എനിക്ക് കുഞ്ഞിനെ കുറിച്ച് പറയാനുള്ളൂ. കുഞ്ഞിന് നല്ല സുന്ദരമായ ഫോട്ടോ കാണണോ? കുഞ്ഞെടുത്ത ഫോട്ടോ കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ കാണാൻ. മോഹൻലാലിനെ പോലെ ഇല്ലേ? നിന്നെ മാത്രം നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിരിക്കണേ. ബാക്കി എല്ലാ കുട്ടികളും കണ്ടോ? 2 പേര് വീതം ഇരിക്കണേ. കുഞ്ഞു മാത്രം ഒറ്റയ്ക്ക്. ഇടക്കിടക്ക് കളിപ്പാട്ടങ്ങളെ തരും. അപ്പൊ എനിക്ക് സൈഡേ എല്ലാം വെക്കാനാ. ഓ വികൃതിയൊന്നും കാണിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഇരുത്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മിസ് കുഞ്ഞുവിന് മാത്രം കളിപ്പാട്ടം കൊണ്ട് കൊടുക്കും. അപ്പം കളിപ്പാട്ടം അപ്പുറവും ഇപ്പുറവും ഒക്കെ വെച്ച് കുഞ്ഞുവിന് കളിക്കണം. പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഇവിടെ തിരക്കി. ഇവിടെ മിസ്സിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മിസ് കുഞ്ഞു പഠിക്കാറുണ്ടോ, നല്ല കുട്ടിയായിട്ട് പഠിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു വികൃതിയുണ്ട്, പക്ഷേ ക്ലാസ്സിൽ നന്നായി പഠിക്കുമെന്ന് പറഞ്ഞു. നല്ല ബുദ്ധിയുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോഴുണ്ടല്ലോ കുഞ്ഞു തരാനാണ് തോന്നിയ സത്യം. ഞാൻ പോവാണ്. ബൈ, ടാറ്റാ. നമ്മൾ ഇനി അഭിനവിന്റെ അടുത്തേക്ക് പോവാണ്. ഇത്ര ടഫ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം, എന്നിട്ടറിയാം. അഭിനന്ദിന്റെ ചേട്ടൻ അഭിനവ് 3rd C-യിലാണ്. അങ്ങോട്ട് കയറുകയാണ്. 3rd C എത്തി. വരൂ മിസ്. നമസ്കാരം. ഞാൻ കുട്ടിക്കലവറയിൽ നിന്ന് വരികയാണ്. അവിടെ അഭിനന്ദിന്റെ മെൻറ്ററാണ്. ഗുഡ് മോർണിംഗ്. കുട്ടിക്കലവറ എല്ലാവരും കാണാറുണ്ടല്ലോ. ഇഷ്ടമാണോ അത്? ആരെ ഇഷ്ടം? ഒരാൾക്ക് എന്നെയാണ്ടോ? ഒരാൾക്ക് എന്നെയാണ് കേട്ടോ ഇഷ്ടം. എന്നെ ഇഷ്ടമുള്ള ഒരാളൊന്ന് കാണിച്ചേക്ക്. നിനക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളിൽ ആരെയാണ് ഇഷ്ടം? കുട്ടികളിൽ നിങ്ങളെ സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് മാത്രമല്ല, ഇവരെല്ലാവർക്കും ഇഷ്ടമാണ്. എവിടെ ചെന്നാലും ഇവരെ കുറിച്ചാണ് ചോദ്യം. അഭിനന്ദിനെ കുറിച്ചും അഭിനവിനെ കുറിച്ചാണ് എല്ലാവരും ചോദിക്കണേ. മിസ് എന്താണ് അഭിനവ് എങ്ങനെയാ? പഠിക്കുമോ? നന്നായിട്ട് പഠിക്കും. ആണോ? ക്ലാസ് ടൈമിൽ സൈലന്റ് ആണ്. അല്ലാത്തപ്പോൾ അല്പം കുരുത്തൊക്കെ എടുക്കും. അതെല്ലാ കുട്ടികളും അങ്ങനെയാണ്. എല്ലാവരും കുട്ടിക്കലവരെ കാണാറുണ്ടോ? ആർക്കൊക്കെ കുക്കിംഗ് അറിയാം? ശരി. എല്ലാവരും ഷെഫാണോ ഇവിടെ?
മോൾക്ക് എന്താ ചെയ്യാൻ അറിയുന്നത്? ദോശ ഉണ്ടാക്കാൻ അറിയാം? ഉണ്ടാക്കാറുണ്ടോ വീട്ടില് ദോശ? കുട്ടിക്കലവറ കണ്ടതിന് ശേഷമാണോ ദോശ ഉണ്ടാക്കി തുടങ്ങി? കണ്ടോ, കുട്ടിക്കലവറ കണ്ടതിന് ശേഷം ദോശ ഉണ്ടാക്കി തുടങ്ങി. മോനോ? ഞാൻ കുട്ടിക്കലവറയ്ക്ക് മുമ്പേ ഉണ്ടാക്കാൻ തുടങ്ങി. ഓ, ഞാൻ കുട്ടിക്കലവറയ്ക്ക് മുമ്പേ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. എന്താ ഉണ്ടാക്കി? എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാൻ അറിയാമോ? ദോശ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി. അതുകൂടാതെ ഉണ്ടാക്കാൻ അറിയാം? അതുകൂടാതെ ഒന്നും ഉണ്ടാക്കണം. അതുകൂടാതെ ഒന്നും അറിയില്ല അല്ലേ? ചപ്പാത്തിക്ക് എന്തൊക്കെയാ ചേർക്കണ്ടേ? ചപ്പാത്തിക്ക് എന്നാ ചേർക്കണ്ടെന്ന് വെച്ചാൽ മാവ്. എന്ത് മാവാ? ഏതെങ്കിലും മാവ്. എന്തെങ്കിലുമൊക്കെ ഒരു മാവ്. ചപ്പാത്തി അല്ലേ, എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ ഉരുണ്ട എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് പരത്തുവോ? എന്താണ് ചപ്പാത്തി കുഴച്ചൊക്കെ കൊടുത്താൽ പരത്തും അല്ലേ? അത്ര അറിയാം അല്ലേ? എന്നിട്ട് അതെടുത്ത് ചുടും, അതറിയാം. ചപ്പാത്തി നമ്മൾ കുഴച്ച് മാവൊക്കെ കൊടുക്കുകയാണെങ്കിൽ മോനെ അത് പരത്തി ചുട്ടെടുക്കാൻ അറിയാം അല്ലേ? എങ്ങനെ അറിയാമോ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത്? എന്ത് മാവാ ചേർക്കണ്ടേ? റൈസ് മാവും ചേർത്ത് തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി. ഇപ്പൊ നമുക്ക് റൈസ് മാവിലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഇപ്പൊ ഇവിടെ വന്നൊക്കെ പഠിച്ചു. നന്നായി. എങ്ങനെയാണ് റൈസ് മാവിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? അത് കുഴച്ച് ഉരുട്ടി നല്ല തേച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ റൈസ് കൊണ്ടുണ്ടാക്കിയ മാവ് കുഴച്ച് ഉരുട്ടി പരത്തി ചുട്ടെടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തി ആവും. ഇനി വേറെ ആർക്കെങ്കിലും അറിയാമോ? ഇതല്ലാതെ വെറൈറ്റി ചപ്പാത്തി ആർക്കെങ്കിലും അറിയാമോ? പെൺകുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോൾ തെറ്റിച്ച് പറഞ്ഞുതരാം. ആൺകുട്ടികൾ കറക്റ്റായിട്ടാ പറഞ്ഞത് ചപ്പാത്തി റൈസ് മാവ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്. ഒന്ന് പറയാമോ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? വീറ്റ് എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് ചപ്പാത്തി? അത് കുഴച്ച് പരത്തി ചുടാം. അഭിനവ് എങ്ങനെയാ? അഭിനവ് കുറുമ്പൊക്കെ കാണിക്കാറുണ്ടോ? ഇന്റർവെല്ലിന് മാത്രം കുറച്ച് കുസൃതിയൊക്കെ കാണിക്കും. എന്താ ചെയ്യുന്നത് നിങ്ങള്? തള്ളിയിടാറുണ്ടോ? അപ്പൊ ഗേൾസിനൊന്നും ചെയ്യാറില്ല അല്ലേ? ബോയ്സിനെയാണ്. അഭിനന്ദ അങ്ങനെയല്ല, ഗേൾസിനെയാണ് കൂടുതലും ഉപദ്രവിക്കണേ. അയ്യോ, ഇവിടുത്തെ ചിരി കണ്ടാന്ന് കേട്ടപ്പോ എന്തെങ്കിലും ചിരിച്ചേ? സത്യമാണ്. എന്തിനാ അങ്ങനെ ചിരിച്ചേ? സഹിക്കാൻ വേണ്ട. അഭിനന്ദിനെ കുറിച്ച് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. ഗേൾസിനെ കൂടുതൽ അഭിനന്ദം ഉപദ്രവിക്കാൻ പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ല. എന്താണ്? സാധാരണ നമ്മള് ബോയ്സിനെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെ, നമ്മള് സാധാരണ ഈ ആൺകുട്ടികളൊക്കെ ബോയ്സിനെയാണ് ഉപദ്രവിക്കാറുള്ളത്. ബോയ്സിനെയാണ് ഉപദ്രവിക്കാറുള്ളത്, ഗേൾസിനെ. പക്ഷെ അഭിനന്ദൻ നേരെ തിരിച്ചാ. റിച്ചാർഡല്ലേ കയറുന്നപ്പോ കുട്ടികളിൽ എന്നെയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നിങ്ങൾ റിച്ചാർഡ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് വരാം. റിച്ചാർഡ് ഇതാണോ റിച്ചാർഡ്? ഞാൻ റിച്ചാർഡെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചേ നമ്മളെ എന്താ പറയാ, മൃഗയിലെ മമ്മൂട്ടിയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഗാംഭീര്യം നിറഞ്ഞ മുഖമൊക്കെ ആണെന്ന് വിചാരിച്ച. ഇതൊരു പാവം. ഇവൻ ഭയങ്കരാന്ന്. എന്റെ അഭിനവിനെ വല്ലതും ചെയ്യാറുണ്ടോ? നിങ്ങള് നല്ല ഫ്രണ്ട്സ് ആണോ? അഭിനവേ, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ? അല്ലേ? ഇന്നില്ല. ഇന്നലെ വരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ കുട്ടിക്കല പറയുന്ന ആളുകൾ വരുന്നതുകൊണ്ട് ഇന്നോട്ട് ഫ്രണ്ട്സ് അല്ല. അഭിനവ് പഠിക്കുവോ? പഠിക്കും. പക്ഷെ അത് വലിയമ്മ നോട്ട് ചെയ്തു, അവൻ നോട്ട് ചെയ്തില്ല. സത്യം. 2-3 ആഴ്ച ആബ്സെന്റ് ആയപ്പോ വലിയമ്മ വന്ന് ഇവനെ എഴുതി കൊടുത്ത വാട്സാപ്പിൽ മെസ്സേജ് ആഹാ നോക്ക് പഠിക്കാൻ വരെ എന്തൊക്കെ സൗകര്യങ്ങളാ. വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോ അത് എഴുതി കൊടുക്കും അല്ലേ? അത് ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ഇവിടെയാണ് നോട്ട്ബുക്ക് കുറെ എടുത്തോണ്ട് പോയി. ഇവിടെ ഇവന്റെ വലിയമ്മ മോളുടെ എടുത്തോണ്ട് പോയോ? സയൻസിന്റെ, സോഷ്യലിന്റെ, ഹിന്ദിയുടെ ഒക്കെ. എന്നിട്ട് എന്ത് എഴുതി കൊടുത്തു? ലൈബ്രറി പോയി താഴെ. ആണോ? കള്ള. നീ ഇവിടെയും കള്ളത്തരമാണോ? അവിടെ നീ കള്ളത്തരമൊക്കെ കാണിക്കാറുണ്ടല്ലോ. ഒളിച്ചിരിക്കും. എൻ്റെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവിടെ ഒളിച്ചു വെക്കും, ചെരുപ്പെടുത്ത് ഒളിച്ചു വെക്കും. ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ വന്നാലും ഇതൊക്കെ തന്നെയാണോ? നോട്ട് വരെ അവൻ കള്ളത്തരം കാണിക്കണം. അപ്പം അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ നടന്നു തളർന്ന് പോയിട്ട് വാ ചെല്ലു. ഇതാണ് എൻ്റെ ഫ്രണ്ട് സ്കിനോ. ഇവനാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ തള്ളിപ്പൊളി. ഞാൻ ആൾറെഡി 1ാം ക്ലാസ് പോലെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? ഒരു പാട്ട് പാടിക്കേ. ഇനി സത്യത്തിൽ ഇത് നിർത്താനാണോ ഉദ്ദേശിക്കണേ? അതാ പറഞ്ഞേ, സത്യത്തിൽ ഇത് ഇവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ഓടിപ്പോവാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ്. ഞാൻ പാട്ട് പാടണമെന്ന് പറഞ്ഞു. എന്തോ എന്നെ വിളിച്ചോ? ഇപ്പൊ വരാം.
ഇന്നത്തെ ഐറ്റം ജിഞ്ചർ പാരഡൈസ് ആണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് ജിഞ്ചർ പാരഡൈസ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ, അതിന് ആപ്പിൾ വേണം, ക്യാരറ്റ് വേണം, പഞ്ചസാര, ജിഞ്ചർ, പിന്നെ ഗ്ലോഡ് വാട്ടറും കൂടെ വേണം. ഇത് കുടിക്കല് കേട്ടോ. അപ്പൊ ഇത് പുറത്തൊക്കെ പോകുമ്പോ അധികം കാണാറൊന്നുമില്ല. ഇത് ഭയങ്കര സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ആണ്, നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ മുറിക്കണ കാര്യം അതാണ് പ്രശ്നം. ഇവൻ എപ്പോഴും അടിയിടും, എനിക്ക് മുറിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആപ്പിളും ജിഞ്ചറും നീ മുറിച്ചോ, ഞാൻ ക്യാരറ്റ് മുറിക്കാമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു ജിഞ്ചർ എനിക്ക് പേടിയാ, അത് എരിയൂന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു വന്നാൽ ഞാൻ ജിഞ്ചർ അരിഞ്ഞോളാന്ന്. നീ ഇത്ര നേരം എന്തിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ നീ മുറിക്കേണ്ട കാര്യങ്ങളും നീ എൻ്റെ അടുത്ത് തല്ലിട്ടതൊക്കെ തന്നെ പറഞ്ഞു. ഞാൻ എന്തിനാ പറഞ്ഞേ? എനിക്ക് പറയാൻ പാടില്ലേ? പറയാൻ പാടില്ല. എന്താ കാരണം? പാടില്ല. എന്താ പാടില്ല? എന്താ പാടില്ല? അത്രേ ഉള്ള. എന്താണോ കാരണം? ഞാൻ ചെയ്തു തരാം, അത് നീ അനുസരിച്ച് നിന്നോളണം. അത് സ്വപ്നത്തിൽ പോലും നടക്കാൻ പോണില്ല. ഞാൻ കുറേ വെറൈറ്റി ജ്യൂസസ് ഒക്കെ കുടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു പേര് കേൾക്കുന്നത് ജിഞ്ചർ പാരഡൈസ്. ഇവളിങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി തീർന്നില്ലെങ്കിൽ ഇവള് മൊത്തം കഴിച്ചു തീർക്കും, എനിക്ക് ഉറപ്പാണ്. ഞാൻ മുറിച്ചല്ലോ. ചേട്ടന്റെ കത്തി എന്റെ കയ്യിലാ മുട്ടിയത്.
മൊത്തം വെള്ളം സൂപ്പറായിരിക്കും. ഇതിൽ വെറുതെ കോല് വെക്കാം. മുകളിൽ ഞങ്ങള് പതെല്ലാം വെച്ച് ഡെക്കറേറ്റ് ഉണ്ട്. തുള്ളി എരിവ് കൂടിട്ട് ഞാൻ ഉണ്ടാക്കിയ ജിഞ്ചർ പാരഡൈസ് കണ്ടോ? ഇത് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അന്ന് തന്നെ വീണൂരിക്കും. നിന്റെ ചെറിയ തോന്നുന്നു എൻ്റെ കയ്യിലില്ല. പെട്ടെന്നൊന്ന് ചെയ്യോ? ചെയ്തോണ്ടിരിക്കുവല്ലേ. ഇതെന്താ തീരാതിരിക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഞാൻ ആദ്യം ഓർത്ത് ഈ ജിഞ്ചർ മാത്രം മതി ജിഞ്ചർ പാരഡൈസിന്. പിന്നെ കണ്ട ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ജിഞ്ചർ പാരഡൈസ് ജ്യൂസ് റെഡി. റെഡി. നീ കൂടെ പിടിച്ചില്ലെങ്കിൽ സമാധാനം പറ്റില്ല. ഇവിടെ തീറ്റയും നിൽക്കുകയാണ്. ഒരാപ്പിളിൻ്റെ ഫുള്ളും തീർത്തിട്ടുണ്ട്, ഒരു ഹാഫ് മുഴുവൻ തീർത്തിട്ടുണ്ട്. ഞാനൊരു വക എനിക്ക് തിന്നാൻ തന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാനും പോയില്ല. റെഡി. നല്ല ടേസ്റ്റ്. ഇതെന്തുവാ എനിക്ക് കുടിക്കാൻ കിട്ടിയ ഭാഗ്യം. ഇതാണ്ട് അവിടെ കൊതി വെച്ചിട്ട് സൈഡിൽ കൂടെ എന്നാ കുടിച്ചോ കുടിച്ചോ വേണ്ട. ഇഷ്ടപ്പെടാനിട്ടാണോ നീ ആ പാത്രത്തിൽ സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ? ഇതങ്ങനെ ഒറ്റ സ്പൂൺ തിന്ന് നോക്കുമ്പോ മനസ്സിലാകത്തുള്ളൂ. ആണോ? ഇതുവരെയായിട്ട് കഴിച്ചില്ലായിരിക്കും, ഒന്നും കഴിച്ചില്ലായിരിക്കും, അതിന്റെ വിശപ്പായിരിക്കും. ഇനി നീ വെച്ചാലേ പൂവ് കർത്താവേ, കഷ്ടകാലം ഇങ്ങനെ ഉണ്ടാവും ചേട്ടൻ. സൂപ്പർ റാം. യെസ്, കഴിച്ചോക്കെ. സൂപ്പർ. കഴിച്ചിട്ട് നിർത്തണം. സൂപ്പർ ടേസ്റ്റ്. ഞങ്ങളുടെ ഇത് കണ്ടോ? ഞങ്ങളുടെ ജിഞ്ചർ പാരഡൈസ്. ഇന്നത്തെ കാന്താരി കലവറയിലെ വിജയി ഇവാഞ്ചലും സാഗിലുമാണ്. യോഗ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആയുസ്സും ആരോഗ്യവും നൽകുന്ന ക്രിയ. കുട്ടിക്കലവറയിലെ ഒരു ഒഴിവു സമയം കൃഷ്ണദേവ് ഗുരുക്കളുടെ കീഴിൽ കാന്താരികളെല്ലാം യോഗാഭ്യാസത്തിലാണ്. ഓം നമഃ ശിവായ.
Namah Shivaya. നമ്മൾ യോഗ ചെയ്യാൻ പോവാണ്. യോഗ ചെയ്യാൻ ചോദിക്കും ഇങ്ങനെയൊന്നും കാണിക്കരുത്. അടങ്ങി ഒതുങ്ങിയിരിക്കേ. ഞാനിപ്പോ ചക്രാസനം ചെയ്യാൻ പോവാ. നിങ്ങൾ അതൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യാൻ പോവാട്ടോ. കൃഷ്ണദേവ് പറയുന്ന കാര്യങ്ങൾക്ക് തർക്കുത്തരം പറഞ്ഞും ചെയ്യുന്നതിന് നേരെ വിപരീതം കാണിച്ചും യോഗാഭ്യാസം ഇവിടെ പൊടി പൊടിക്കുകയാണ്. കളിചിരികൾക്ക് കുറുമ്പിന്റെ മേമ്പൊടി നൽകി കുട്ടിക്കുറുമ്പന്മാർ നടത്തുന്ന വികൃതി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ചെറുതും വലുതുമായ കുറുമ്പുകളുമായി നാളെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കാന്താരിക്കുട്ടം വിട പറയുകയാണ്.